കണ്ണൂരിന്റെ പേര് അക്രഡിറ്റേറ്റ് അസോസിയേഷനും കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പേര് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഹിതകാംക്ഷികളെല്ലാം എല്ലാവർക്കും ഔദ്യോഗികമായി സ്വാഗതം ആശംസിച്ചെങ്കിലും ഈ വേദിയിലേക്ക് ഒന്നുകൂടി നിങ്ങളുടെ സാന്നിധ്യത്തിലുള്ള നന്ദി കൂടി പ്രകാശിപ്പിക്കുക. നമ്മളിവിടെ ചേർന്നത് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവർക്കും നമ്മുടെ ഈ ഒരു നോട്ടീസ് നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ നമ്മുടെ ഒളിമ്പിക് അസോസിയേഷൻ്റെയും വിവിധ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ വിവിധ അസോസിയേഷനുകളിലെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടുള്ള ഈ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഇൻവിറ്റേഷൻ എല്ലാവർക്കും അറിയിച്ചതും അതുപോലെ പേഴ്സണലായിട്ട് തന്നെ പലരും എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അന്തപ്പെട്ട് നോക്കി നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പി ശശീന്ദ്രനൊക്കെ ഇത് വന്ന് പറയുമ്പോഴേ ലക്ഷണം കൊണ്ടാണ് എനിക്ക് കളി കാണാനും പല സ്റ്റേഡിയത്തിൽ റിപ്പോർട്ട് ചെയ്യാനൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞത്. അപ്പം അന്ന് തന്നെ ഇത് ബ്രസീലുകാരനെ കണ്ടൊരു ടിക്കറ്റ് മറച്ചു വിറ്റിട്ട് അയാളെ പിടിച്ചതൊക്കെ പറയുന്നുണ്ട്. എത്രയോ $1000 അത് മറച്ചു വിറ്റതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്രയേറെ അതുപോലെയുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു വേൾഡ് സ്വിമ്മിങ്ങിൻ്റെ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഒളിമ്പിക്സ് നടക്കുമ്പോഴൊക്കെ തന്നെയും ഇദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ 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 മുകളിലാണ്. നമുക്കറിയാം. കാരണം ഞാനൊരു ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതാണ്, ധാരാളം ആഗ്രഹിച്ചതാണ് ഇതുപോലെയുള്ള കമ്മിറ്റികളിൽ എത്തിപ്പെടണം അല്ലെങ്കിൽ എത്തിച്ചേരണം എന്നൊക്കെ. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ ധാരാളം കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതിന് നമ്മളൊരു സ്ഥാനത്തേക്ക് ഇങ്ങനെ എത്തണമെങ്കിൽ ആരെങ്കിലും ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ രാജീവ് എന്നതാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ടെക്നിക്കലി ക്വാളിഫൈഡ് ഏത് തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ എൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൻ്റെ റൂളായാലും അല്ലെങ്കിൽ ഈ ഇപ്പോഴുള്ള പുതിയ നമ്മുടെ സ്പോർട്സ് ആക്ടൊക്കെ ആയാലും ഞാൻ പലപ്പോഴും വിളിക്കുന്നത് അദ്ദേഹത്തെയാണ്. എന്നുള്ള സംശയം നമ്മൾ വിളിച്ച് ചോദിക്കുന്നത് ശ്രീ രാജീവിനെയാണ്. അപ്പൊ അതുപോലെ തന്നെ സംഭാഷണത്തെ പറഞ്ഞതാണ് അദ്ദേഹത്തിന് സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇദ്ദേഹത്തിന്റെ കഴിവെന്താണ്, നോളജ് എന്താണ്. അപ്പൊ ആ ഒരു തരത്തിലുള്ള വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിന് ധാരാളം പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും പലപ്പോഴും. പക്ഷെ അത് ഒക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്ഥാനനിധിയിൽ അല്ലെങ്കിൽ സ്ഥാനത്തേക്ക് ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ഫെഡറേഷൻ കൂടി അത് വളരെയധികം അതിന്റെ പിറകിലില്ലേ ഒരിക്കലും സാധിക്കില്ല. അതൊക്കെ കാരണം ഞാനും ഇതുമായി ബന്ധപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ റഫറിയാണ്. അപ്പൊ അതെനിക്ക് അറിയാം എവിടെയൊക്കെ നമ്മൾ പാര പണിയുന്നുണ്ട് അല്ലെങ്കിൽ പാര പണിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. എത്ര കണ്ട് നമ്മൾ എത്ര കണ്ട് കഴിവുള്ളവനാണ് ഇന്ത്യയിലെ നമ്പർ 1 ആണ് എന്ന് പറഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയില്ല. ഇപ്പോൾ ശ്രീ രാജീവിനെ സംബന്ധിച്ചിടത്തോളം 3 ഒളിമ്പിക്സ് ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആരുമില്ല, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൈനയിൽ പോയത് നമ്മുടെ ഫൈൻസി ദത്തനാണ്. ബാഡ്മിന്റണിൽ ഒരാൾ പോയിട്ടുണ്ട്, മലയാളി എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡിന്റെ കാലഘട്ടമായിട്ട് അദ്ദേഹം അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അത് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. 3 ഒളിമ്പിക്സ് ഒരു ടെക്നിക്കൽ ഒഫീഷ്യലായിട്ട് ചെല്ലുക എന്നൊക്കെ പറയുന്നത്, എത്തിച്ചേരുക എന്നൊക്കെ പറയുന്നത് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഫീൽഡ് മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് തീർച്ചയായും ഒരു അസൂയാർഹമായ ഒരു എന്താ പറയേണ്ട ഒരു അച്ചീവ്മെന്റ് ആണ്.
തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു എന്താ പറയേണ്ടത് ഒരു അങ്ങനെ ഒരു സന്തോഷം തോന്നുകയാണ്. ഇദ്ദേഹം ഞാൻ പല വേദികളിലും നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഗൗരവം പലർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര അംഗീകാരമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ഒഫീഷ്യലിന് പലപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം പലപ്പോഴും കിട്ടിക്കാണാറില്ല. ഇതും വ്യക്തിപരമായ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ വരാൻ കഴിയുക. ഇലക്ഷനിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്ത് മറ്റൊരു രീതിയിൽ ജയിപ്പിച്ചെടുത്ത് ആരെങ്കിലും കുറേ ആൾക്കാരൊക്കെ ക്യാൻവാസ് ചെയ്തിട്ടല്ല വരിക. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം, നിങ്ങളുടെ കഴിവ് തെളിയിച്ചിരിക്കണം. ഏത് ഒരു റഫറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേൾഡ് ലെവലിൽ റഫറി ആകണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വേദികളിൽ ഏഷ്യൻ ഗെയിംസ് ആയാലും സാഫ് ഗെയിംസ് ആയാലും അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഗെയിംസ് ആയാലും അതിൻ്റെ ചാമ്പ്യൻഷിപ്പുകളൊക്കെ ആണെങ്കിൽ അയാൾ ഈസ് നമ്പർ 1 എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ അയാൾ എക്സൽ ചെയ്യണം. മറ്റൊരു രീതിയിൽ ഇലക്ഷനിൽ വരുന്നത് വേറൊരു രീതിയിലാണ്. അപ്പം ആ ഒരു കഴിവ് 100% തെളിയിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള മേഖലകളിൽ ഏറ്റവും മുമ്പോട്ട് വരാൻ കഴിയും. അപ്പം അത് 100% ആദരിക്കപ്പെടേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത്രയേറെ ഇപ്പം നമുക്ക് ധാരാളം ആൾക്കാർ നമുക്ക് ചിലപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ അത്ലറ്റുകൾ എല്ലാ ഫീൽഡിലും എല്ലാ ഇതിലും ഉണ്ടാകും. പക്ഷേ ഇന്റർനാഷണൽ ലെവലിൽ ഇങ്ങനെ വരുന്ന ടെക്നിക്കൽ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം അവരെ നമ്മൾ 100% റെക്കഗ്നൈസ് ചെയ്യണം. സ്പോർട്സ് ഫ്രട്ടേണിറ്റി റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള അത്യാവശ്യമാണ്. സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ട്രഷററായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലകളിലും സ്പോർട്സിൻ്റെ വിവിധ മേഖലകളിലും ഇപ്പോൾ ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറി ജനറലാണ്. ഒളിമ്പിക് അസോസിയേഷൻ അറിയാൻ നിങ്ങൾക്ക് കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് ഇപ്പം നടക്കുന്ന ഒരു അസോസിയേഷനാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 8 വർഷം മുമ്പെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പേരിൻ്റെ ഒരു അസോസിയേഷൻ. അതിലൊക്കെ മാറ്റം വരുത്തിയത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് നോക്കിയത് ശ്രീ സുനിൽ കുമാർ അവരൊക്കെ കൂടി തന്നെയാണ്. അപ്പം അത്രയേറെ ഈ ഫീൽഡിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ഈ മനുഷ്യൻ എന്നുള്ളത് നിങ്ങളുടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാ തരത്തിലും വ്യക്തിപരമായ വളരെയധികം ശക്തമായ ഒരു കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നാഷണൽ ഗെയിംസിൻ്റെയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ എനിക്കറിയാം, അന്ന് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കേരളത്തിൻ്റെ ചാർജൊക്കെ അദ്ദേഹത്തിനായിരുന്നു അന്നേരം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ തന്നെ എല്ലാ മേഖലകളിലും ധാരാളം രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വ്യക്തിബന്ധം പതിപ്പിച്ച ആളാണ്. പിന്നെ വർഷങ്ങളോളം കൈരളി TV-യിൽ വളരെ ശക്തമായ ചില പോസ്റ്റുകളിൽ വർക്ക് ചെയ്ത ആളാണ്. അതൊരു ദൃശ്യ മാധ്യമത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്ത്. കൈരളി TV-യിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. അപ്പം അത്രയൊക്കെ ശക്തനായ ഒരാളാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വേദിയിൽ നമുക്ക് ആദരിക്കാൻ കഴിഞ്ഞതുകൂടി കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. അദ്ദേഹം നമ്മുടെ ഏത് കാര്യങ്ങളിലും പ്രത്യേകിച്ച് സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശക്തമായി ഇപ്പം അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പരിപാടികളിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും സ്പോർട്സുമായി ബന്ധപ്പെട്ട പരിപാടി ഉണ്ടെങ്കിലും വളരെ സമയം കണ്ടെത്തി ഇതിൻ്റെ നമ്മൾ വളരെ ഷോർട്ട് പീരീഡിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തത്. ഇന്നലെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. സത്യത്തിൽ ഇന്ന് പൈത്ര മാഷ് അതുപോലെ തന്നെയാണ്. നഗരത്തിൽ പരിമിതമായ സൗകര്യം, ഗ്രാമങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ സൗകര്യമേ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു കുട്ടിക്ക് നീന്തൽ പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആ കുട്ടി യാത്ര ചെയ്യേണ്ടി വരുമെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. പക്ഷേ ഈ ഇങ്ങനെ ഉള്ള ഒരാളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട S. രാജീവിന് നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ അഭിമാനമാകുന്ന നിലയിൽ തൻ്റെ കായിക മേഖലയിലെ അറിവും കഴിവും ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് എല്ലാവിധത്തിലും ഭാവുകങ്ങൾ നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ അഭിമാന പ്രഖ്യാപനം ഉണ്ടായത് ഇത് രാജ്യത്തിനും കേരളത്തിനും ചരിത്ര നിമിഷമാണ്. വീരേന്ദ്ര നാനാവധിക്ക് ശേഷം ഈ സ്ഥാനത്തേക്ക് എത്തുന്ന 2ാം ഇന്ത്യക്കാരനാണ് ശ്രീ രാജീവ് സാർ. 3 ദശകങ്ങളിലധികം നിൽക്കുന്ന പ്രൗഢമായ കരിയറിലൂടെയാണ് രാജീവ് സാർ ഈ നേട്ടത്തിലേക്ക് എത്തിയത്. Hockey Association NIAS,
ഒളിമ്പിക് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി ബാബു പൊന്നേരി. നമുക്ക് എന്നാൽ കണ്ണൂർ ജില്ല എന്നത് മാത്രമല്ല, കേരളീയർക്ക് വേൾഡ് അക്വാറ്റിക് ഫെഡറേഷൻ്റെ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ഒരു പ്രതിനിധി ഉണ്ട് എന്ന് ആത്മാഭിമാനത്തോടുകൂടി തന്നെ പറയാൻ സാധിക്കുന്ന വിധത്തിലാണ് ബഹുമാന്യനായ ശ്രീ രാജീവ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ജഗന്നാഥ മാഷ് പറഞ്ഞു വന്നപ്പോൾ അത്രയധികം ആളുകൾ അങ്ങനെ പോകില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. നേരത്തെ വേൾഡ് ടെക്നിക്കൽ കമ്മിറ്റിയിൽ പോയിരുന്നത് ശ്രീമതി നാനാവതി ആണെങ്കിൽ ആ സ്ഥാനം വർഷങ്ങൾക്ക് ശേഷം ശ്രീ എസ് രാജീവ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ അദ്ദേഹത്തെ അനുഭവിക്കാൻ കഴിയുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് രാവിലെയാണ് ജഗന്നാഥ മാഷ് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, എന്തായാലും എത്തിച്ചേരണം. എനിക്ക് തോന്നുന്നത് എല്ലാവരും ജഗന്നാഥ മാഷ് അങ്ങനെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇന്ന് തന്നെ നിർബന്ധമായി എത്തണമെന്നായിരിക്കും. അപ്പൊ ആളുകളെല്ലാം നിർബന്ധമായി എത്തി. അത് ജഗന്നാഥ മാഷോടുള്ള ഒരു ബഹുമാനം മാത്രമല്ല, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തെ സംബന്ധിച്ച് കേട്ടറിവിന്റെ ഭാഗമായി അദ്ദേഹം ആര്, അദ്ദേഹത്തെ കാണാൻ കഴിയണം, ഇങ്ങനെല്ലാമുള്ള വ്യത്യസ്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്രയും ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. മാഷ് വിളിക്കുമ്പോൾ ഇത്രയും ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ക്ഷണിക്കപ്പെട്ട ഏറെക്കുറെ എല്ലാവരും, കുറച്ച് പേര് കാണുന്നില്ല, വരാതെ ഉണ്ടാകും. പലതരത്തിലുള്ള അസൗകര്യങ്ങൾ. ഇന്ന് രാവിലെ വൈകുന്നേരം വരാൻ കഴിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഒരു പരിപാടി മാറ്റിവെച്ചിട്ടാണ് വരുന്നത്. കായിക രംഗത്ത് നമ്മൾ റിട്ടയർ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെയുള്ള ഒരു പൊസിഷനിൽ നിന്ന് തൽക്കാലത്തേക്ക് റിട്ടയർ ചെയ്ത് പോകും. പക്ഷെ എന്നാൽ പോലും നിങ്ങളെല്ലാം കൂടെ കണ്ണൂരിലെ കായിക ലോകത്തിൻ്റെ കൂടെ ഏത് അസോസിയേഷൻ ആയാലും ശരി, അതിൻ്റെ എല്ലാം കൂടെ അവർക്ക് ആവശ്യമായ എന്ത് സഹായങ്ങൾ ചെയ്യുന്നതിനും ഞാൻ ഉണ്ടാകും എന്നുള്ളതും, അത്തരം സന്ദർഭത്തിലെല്ലാം നമുക്ക് വേൾഡ് ടെക്നിക്കൽ കമ്മിറ്റിയിൽ, സ്വിമ്മിംഗ് അസോസിയേഷന്റെ വേൾഡ് ടെക്നിക്കൽ കമ്മിറ്റിയിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുടെ അദ്ദേഹത്തോട് പറയാം, അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയും. അങ്ങനെ വളരെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉപദേശകൻ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. ഇതിന്റെ ഓരോ പ്രസിഡന്റിന് തന്നെ ആവശ്യമായ നിയമ ഉപദേശങ്ങളും എല്ലാ ടെക്നിക്കൽ സൈഡും ഒക്കെ ഒരു മത്സരം നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ വേണ്ടത്ര പോയില്ലെങ്കിൽ, അത് വീക്കാണെങ്കിൽ നമുക്ക് മത്സരം നടത്താൻ കഴിയില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. വേൾഡ് അക്വാറ്റിക് ഫെഡറേഷൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറായിട്ട് തിരഞ്ഞെടുത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംസ്ഥാനത്ത് സംബന്ധിച്ചിടത്തോളം, നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ഇനിയും ഭാവിയിൽ അതിൻ്റെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും എന്ന് തന്നെയാണ് വിശ്വാസം. അത് എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം ഇത്രയും കാലത്തെ പോലെയല്ല, ഇനിയും
അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ഒരുപാട് ബാധ്യതയും കൂടിയാണ് ഇപ്പം അവരുടെ ചുമതല വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് പ്രവർത്തന പരിചയം ഒരുപാടുണ്ട്. അതുകൊണ്ട് അവർക്ക് നിർപ്രയാസം അത് നിറവേറ്റാൻ കഴിയുന്നതാണ് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കഴിവുള്ള ആൾ തന്നെയാണ് ഈ മേഖലയിലേക്ക് എന്തായാലും നിയമിക്കുക. അതുകൊണ്ട് തന്റെ ജീവിതം ഈ കായിക ഇനത്തിന് അർപ്പിച്ച ശ്രീ രാജീവ് സാറിന്റെ അർപ്പണബോധത്തെ ആദ്യമായി അനുഭവിക്കുന്നു. ഫുട്ബോൾ തന്നെ ലോക കായിക മേഖലയിൽ ആരുമായി നിലകൊള്ളുന്ന അക്വാട്ടിക്കിൽ അദ്ദേഹത്തിന്റെ നിസ്തുല സേവനത്തിന്റെ ഇപ്പോൾ ഒരു ചെറിയ ഒരു പൊന്തൂരിൽ ചാർത്തപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം വേൾഡ് അക്വാട്ടിക് ടെക്നിക്കൽ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ലോകത്ത് ഹോക്കിയിൽ ഒരുപാട് സ്വർണ്ണ നഷ്ടമാക്കിക്കൊണ്ടെങ്കിലും 2-3 പേര് ഹോക്കി റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ടെക്നിക്കൽ കമ്മിറ്റി എത്തിയിട്ടുള്ളൂ. ഒന്ന് റുക്കു വാലിയ, ഷക്കീൽ ഖുറേഷി, ഇങ്ങനെയുള്ള കുറച്ച് പേര്. അപ്പൊ അത് അത്രയും മെഡൽ നേടിയ ഒരു ഹോക്കി ടീമാണ് നമുക്ക് ഇന്ത്യക്കുള്ളത്. പക്ഷെ നമുക്കറിയാം, ഒരു അക്വാട്ടിക്കിൽ നിന്ന് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ കൈയടക്കിയ ഒരു മേഖലയാണ് നമ്മുടെ സ്വിമ്മിങ്. ആ സ്വിമ്മിങ്ങിൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അദ്ദേഹത്തിന്റെ ആ കഴിവ് നമുക്ക് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അക്വാട്ടിക്കിന്റെ ഒഫീഷ്യൽസിന് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഒഫീഷ്യലായിട്ട് പോകാനുള്ള ഒരു അവസരം കൂടി അദ്ദേഹത്തോട് ലയിക്കും എന്നുള്ളതാണ് ഇതിന്റെ നമുക്കൊരു ആഗ്രഹം. അപ്പൊ എന്തായാലും ഈ ഒരു മേഖലയിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറിയും അക്വാട്ടിക് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷററുമായിട്ടുള്ള രാജീവ് സാറിന് എല്ലാവിധ മുന്നോട്ട് യാത്രയിൽ ആശംസ നേർന്നു. നമസ്കാരം. രാജീവ് സാറിനെ പറ്റി എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ നേട്ടത്ത് ഇത്തരം ഒരു നേട്ടത്തിലെത്തി പറ്റുക എന്നുള്ളത് ഒരു കായിക താരത്തെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാജീവ് സാർ കായിക രംഗത്തിന് പുറമെ വളരെ സൗമ്യനും വളരെ നല്ല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ നമ്മളെ ഗോവയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിന് ജഗന്നാഥ് സാറിൻ്റെ കൂടെ പോയപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ജഗന്നാഥ് സാറിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കാം. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ വോളിബോൾ റഫറിയാണ് അദ്ദേഹം. അങ്ങനെ പല പല നേട്ടങ്ങളും നമ്മുടെ കണ്ണൂരിന് കായിക രംഗത്ത് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തട്ടെ. അതിൻ്റെ ഒരു തുടക്കമായിട്ട് രാജീവ് സാറിനെ ഈ നേട്ടത്തെ ഞാൻ കാണുകയാണ്. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കായികപ്രേമി എന്ന നിലയിൽ വളരെയധികം സന്തോഷവും അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. വേൾഡ് അക്വാട്ടിക് ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജീവൻ സാറിന് ആദ്യമായിട്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും അതുപോലെ തന്നെ ജില്ലാ അക്വാട്ടിക് അസോസിയേഷനും എല്ലാവിധ നന്ദി അറിയിക്കുന്നു. അതുപോലെ രാജീവ് സാറിന് ഒന്നുകൂടി കണ്ണൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെ പേരിലും എന്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. നേരിട്ട് കണ്ട് അനുമോദനം അർപ്പിക്കുന്നത് ആദരവ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പവർ ക്രിക്കറ്റ് ക്ലബ്ബ് മയ്യിലിന്റെ പേരിൽ ഒന്ന് നൽകാനും വേണ്ടി മാത്രമാണ് ഈ വേദിയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു അത്ഭുതകരമായിട്ടുള്ള നേട്ടമായിട്ടാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഇന്ത്യൻ കായിക രംഗത്ത് ഒരു സുദൃഢമായ ഒരു വലിയ പ്രതിനിധിയായിട്ട് അദ്ദേഹം ഇനിയും ഏറെ ഉയരങ്ങളിലെത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണുള്ളത്. ഒരുപക്ഷെ ഇത് എന്നെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു പറ്റം കായിക താരങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ അത്ഭുതമാണ് ഇതിലുണ്ടാക്കിയത്. കാരണം നമ്മളൊക്കെ കൊതിക്കുന്ന, നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്ന തുല്യമായിട്ട് നോക്കിക്കാണുന്ന ഒളിമ്പിക്സ് പോലുള്ള വലിയ കായിക മാമാങ്കത്തിൽ എത്രയോ രാഷ്ട്രങ്ങൾ
മൈക്കിൾ ഫെൽപ്സിനെ പോലെയുള്ള എന്താ പറയുക നീന്തൽ താരങ്ങൾ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന രീതിയിൽ 2-3 തവണ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് പങ്കെടുക്കാൻ സാധിക്കുകയും ഇനി വരുന്ന ഒളിമ്പിക്സിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അരക്കിട്ടുറപ്പിക്കുകയും ഒരുപക്ഷെ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുക വഴി എല്ലാവരുടെയും അഭിമാന ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറാനും ഒക്കെ സാധിക്കുക വഴി അത് ഇന്ത്യൻ കായിക മേഖലയിലും ഭൂപടത്തിലും എന്തെങ്കിലും മാറ്റം വരുത്താൻ പ്രേരകമോ പ്രചോദനമായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ ശ്രീ രാജീവ് സാറിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വളരെ അഭിമാനകരവും വളരെയേറെ സന്തോഷകരവുമായ ഒരു സായം സന്ധ്യയിലാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. ശ്രീ രാജീവ് സാറിനെ കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഈ സായം സന്ധ്യയിൽ ഇത്രയൊക്കെ നേട്ടങ്ങൾ കൊയ്തൊരു മഹാരഥനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു തർക്കവും വേണ്ട, നമ്മുടെ ഇന്ത്യയിൽ ഒരുപക്ഷെ ഒളിമ്പിക്സിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും നീന്തലിൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു നിയോഗം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്ന് നാനാവതി എന്ന് പറയുന്ന വ്യക്തിക്ക് ശേഷം രണ്ടാമതൊരാൾ ഇന്ത്യയിൽ നിന്ന് ഈ അക്വാട്ടിക് വേൾഡ് കമ്മിറ്റിയിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ സമീപ ഭാവിയിൽ നീന്തലിലൂടെ ഇന്ത്യക്ക് ഒരു സ്വർണ്ണ മെഡലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെഡലോ ലഭിക്കാൻ സാധ്യത ഏറി എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം നേരത്തെ ബഹുമാന്യനായ ആദരണീയനായ MP ഇവിടെ പറഞ്ഞൊരു കാര്യം ഈ സന്ദർഭത്തിൽ കൂടി അതിനും കൂടി ഒരു പരിഹാരം നമുക്ക് വരും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛനും മകനെ നീന്തൽ പഠിപ്പിക്കാൻ പോയപ്പോൾ നമ്മുടെ ഏച്ചൂർ ചക്കരക്കല്ല് ഭാഗത്ത് നിന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്, കേരളം മുഴുവൻ നടുങ്ങിയതാണ്. അപ്പം അങ്ങനെയുള്ളവരെ ചെറുപ്പത്തിലെ കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതോടൊപ്പം നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും ലോകത്തിന്റെ നെറുകയിൽ ഒളിമ്പിക്സ് മെഡൽ നേടുക എന്ന സ്വപ്ന സാക്ഷാത്കാരം ശ്രീ രാജീവ് സാറിന്റെ ഈ നിയോഗത്തിലൂടെ സാധിക്കുമാറാകട്ടെ എന്ന് സർവശക്തനായ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും അദ്ദേഹത്തിന് ഇനിയുള്ള ഉയർച്ചയിലേക്ക് നൽകുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. Association of Kannur, Akhil Krishnan. കേരളത്തിൽ 2 ദേശീയ ഗെയിംസ് നടന്നു. 1987 2015. 1987 നടന്ന
ദേശീയ ഗെയിംസിന്റെ നീന്തലിന്റെ പൂർണ്ണ ചുമതല എനിക്കായിരുന്നു. അതുപോലെ തന്നെ 2015 നടന്ന ദേശീയ ഗെയിംസിന്റെ ഗെയിംസ് ടെക്നിക്കൽ കോൺടാക്ട് കമ്മിറ്റി കൺവീനറായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് കൗൺസിൽ നിയമിച്ച എന്നെയാണ്. വളരെ അഭിമാനത്തോട് പറയാൻ കഴിയും, അതുവരെ നടന്ന എല്ലാ ദേശീയ ഗെയിംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ദേശീയ മത്സരത്തിനാണ് ടെക്നിക്കലി പെർഫെക്റ്റോടെ മത്സരം നടത്തിയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സാക്ഷ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്ത് ഇന്ത്യൻ ഒളിമ്പിക് മത്സരത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ നടത്തിയെന്നുള്ളത് വളരെ അഭിമാനത്തോടെ എനിക്ക് എൻ്റെ ഒരു കൺവീനർ തന്നെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കേരള കായിക രംഗമായിട്ടൊക്കെ വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സ്പോർട്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നിമിത്തം അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷനായിട്ട് കണ്ടുകൊണ്ട് ഞാൻ രംഗത്തേക്ക് വന്നു. ഞാനൊരു സ്വിമ്മറായിരുന്നു, വാട്ടർ പോളോ പ്ലെയർ ആയിരുന്നു, നാഷണൽ മെഡലിസ്റ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. ഇപ്പൊ വന്നിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് വളരെ ഉത്തരവാദപ്പെട്ട ഒരു ചുമതലയാണ്. വേൾഡ് അക്വാട്ടിക്സിന്റെ ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡ് അക്വാട്ടിക്സിന്റെ ബ്യൂറോ കഴിഞ്ഞാൽ, ബ്യൂറോ എന്ന് നമ്മളൊക്കെ ഇവിടെ പറയുന്നത് നമ്മുടെ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റി. ലോകത്ത് വേൾഡ് അക്വാട്ടിക്സിന്റെ കീഴിൽ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ വേൾഡ് അക്വാട്ടിക്സിന്റെ അപ്രൂവോടുകൂടി നടത്തപ്പെടുന്ന എല്ലാ മത്സരങ്ങളുടെയും സാങ്കേതിക മികവും സാങ്കേതികമായ കാര്യങ്ങളുടെ ചുമതലയിൽ നേതൃത്വം വഹിക്കേണ്ടത് ഈ ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റിയാണ്. 15 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണിത്. 242 അംഗരാജ്യങ്ങളിൽ നിന്നും ആണ് ഈ ടെക്നിക്കൽ കമ്മിറ്റി 15 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും 42 രാജ്യങ്ങൾ ഏഷ്യൻ കൺട്രീസിലുള്ളത്. അതിൽ 4 പേരാണ് ഈ കമ്മിറ്റിയിലുള്ളത്. നേരത്തെ ജനതാദൻ പറഞ്ഞ പോലെ ഒരു ഗോഡ് ഫാദർ എല്ലാത്തിനും വേണം. നമുക്കൊരു കഴിവുണ്ടായിരിക്കും, നമ്മുടെ പോലെ കഴിവുള്ള പല ആൾക്കാർ പല രാജ്യങ്ങളിൽ വരും. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ പോകാം. ഇത് നല്ല ഫൈറ്റുള്ള ഒരു പോസ്റ്റാണ്. കാരണം ഈ ഒരു പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒളിമ്പിക്സും വേൾഡ് ചാമ്പ്യൻഷിപ്പും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് അക്വാട്ടിക്സ് സംഘടിപ്പിക്കുന്ന ഏത് മത്സരങ്ങൾക്ക് പോയാലും അതിൻ്റെതായ പ്രാധാന്യത്തോടെ നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്തോടെ അല്ലെങ്കിൽ അതിൻ്റെതായ നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ട് പലരും ഈ പോസ്റ്റിലേക്ക് വരെ വളരെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും ചിലപ്പോൾ എന്നെ പോലെ എക്സ്പീരിയൻസ് ഉള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ എന്നെ പോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ 3-4 പേരുടെ പേര് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പേര് ചിലപ്പോൾ അത് തരും. എന്നെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേരത്തെ ഉണ്ടായിരുന്നു സെക്രട്ടറി ജനറൽ, ഇന്നത്തെ സിഇഒ അദ്ദേഹം സീനിയർ വൈസ് പ്രസിഡന്റാണ്. സ്വിമ്മിംഗ് 84 മുതൽ ഞാനും അദ്ദേഹവും തമ്മിൽ ഈ ഫെഡറേഷൻ പ്രവർത്തിച്ച് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ അദ്ദേഹം പഴയ ഒരു നീന്തൽക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഞാനും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് എനിക്കുണ്ട്. കാരണം 2016-2020 കാലഘട്ടത്തിൽ അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒഴിയുന്ന മുറയ്ക്കാണ് അദ്ദേഹം എന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ അന്ന് ചില രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം നമ്മൾ വെളിയിലേക്ക്. പക്ഷെ ഇപ്രാവശ്യം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള ഒരു ഹോംവർക്ക് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ വേൾഡ് അക്വാട്ടിക്സിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ക്യാപ്റ്റൻ ഹുസൈൻ, അദ്ദേഹമായിട്ട് ഞാനും അദ്ദേഹമായിട്ട് 1992 മുതലൊരു ബന്ധമാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ അറിയാം. അപ്പം ഇന്ത്യയിൽ നിന്ന് പേര് വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്ന് 6-7 പേരുടെ പേര് വന്നപ്പോഴത്തേക്ക് ആ 4 പേരിൽ ഒരാൾ ഞാൻ മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതുപോലെ തന്നെ നാനാവധിയും കൂടെ പറഞ്ഞപ്പോഴാണ് ആ പോസ്റ്റിലേക്ക് വരാൻ ഉള്ള സാധ്യത എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ പോസ്റ്റിലേക്ക് വന്നത്. ഇനി ഈ മത്സരങ്ങളുടെ ഈ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ വേൾഡ് അക്വാട്ടിക്സിന്റെ അംഗീകാരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നീന്തൽ മത്സരങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യേണ്ട ഈ കമ്മിറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫ്രെയിം ചെയ്തിട്ട് വേണം ബ്യൂറോ അപ്രൂവ് ചെയ്ത ശേഷം അത് ഏതെങ്കിലും ഒരു നമുക്കറിയാം ഓരോ 4 കൊല്ലം കൂടുമ്പോഴത്തേക്കും പല ഈവൻസിനും അല്ലെ പല മത്സരങ്ങൾക്കും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ട്രോക്ക് ഞങ്ങളുടെ 4 സ്ട്രോക്കാണ്. 4 സ്ട്രോക്കിനകത്ത് ചില മാറ്റങ്ങൾ ടേൺ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കൈ ആമാക്ഷൻ എങ്ങനെയായിരിക്കും അതെങ്ങനെയാണ് ഡിസ്ക്വാളിഫൈഡ് അങ്ങനെയൊക്കെ തീരുമാനിച്ച് ആ റൂൾ ഫ്രെയിം ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ കമ്മിറ്റിക്ക്. അതുപോലെ മത്സരങ്ങൾക്ക് വയ്ക്കുന്ന എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ച് അതിന്റെ ഫൈനൽ അതോറിറ്റി കമ്മിറ്റി ടെക്നിക്കൽ എക്യുപ്മെന്റ്സ്. അതുപോലെ തന്നെ മത്സരങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫെഡറേഷന്റെ ടെക്നിക്കൽ ഒഫീഷ്യൽസിനെ പാനൽ ഉണ്ടാക്കേണ്ടതും അവരുടെ സർട്ടിഫൈ ചെയ്യേണ്ടതും എല്ലാം ഈ കമ്മിറ്റി. അപ്പൊ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയാണ്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് അക്വാട്ടിക്സ്
ചുമതലപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേൾഡ് അക്കൗണ്ട്സ് അംഗീകാരം കൊടുക്കുന്ന മത്സരങ്ങളുടെ നിരീക്ഷകനായിട്ട് പോകണം. നിരീക്ഷകനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒഫീഷ്യൽസുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. അതിനനുസരിച്ച് റിപ്പോർട്ട് വേൾഡ് അക്കൗണ്ട്സിന് കൊടുക്കണം. എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് സ്പെസിഫൈ റിപ്പോർട്ടാക്കി അതാണ് വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. നമുക്ക് പറയാം വേൾഡ് അക്കൗണ്ട്സിനോടെ കിട്ടി വലിയ അഭിമാനത്തോട് പറയാമെങ്കിലും അതിന് ഉത്തരവാദിത്തത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇച്ചിരി വിഷമവും ഭയവും ഉണ്ട് അതിനകത്ത്. അത് പറയുമ്പോഴാണ് ഞാനിപ്പം 2 ഒളിമ്പിക്സിന് വേൾഡ് ഒളിമ്പിക് വേൾഡ് ചാമ്പ്യൻഷിപ്പിനൊക്കെ പോയപ്പോഴത്തേക്ക് നമ്മളിപ്പം ജഗദാനെ പോലുള്ള ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുള്ള പല ആൾക്കാരുടെ ഇരിപ്പുണ്ട്. അവർക്കെല്ലാം അറിയാം ഒരു ഒഫീഷ്യലായിട്ട് നമ്മുടെ ഡ്യൂട്ടിയിൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം മനസ്സിലാക്കണം. നമുക്കിപ്പോൾ വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു സ്വിമ്മിങ്ങിൻ്റെ റെഫറി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ സ്വിമ്മിങ് മത്സരം തുടങ്ങി തീരുന്നവരെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ വേറെ ഒന്നും ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല. നമ്മുടെ സ്വിമ്മിങ്ങായി ബന്ധപ്പെടാൻ കാരണം നമ്മുടെ തെറ്റുകൊണ്ട് ഒരു ഒഫീഷ്യലിന്റെ തെറ്റുകൊണ്ട് ഒരു കായിക താരത്തിനെ നമ്മൾ വെറുതെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ 5, 6, 7 കൊല്ലം പ്രാക്ടീസ് ചെയ്ത് വരുന്ന കായിക താരമായിരിക്കും ഒളിമ്പിക്സിന്. അയാളെ നമ്മുടെ തെറ്റ് കാരണം ഒഫീഷ്യൽ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ആ കായിക താരത്തോടും ആ കായിക രാജ്യത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ആദ്യം ക്ലാസ് എടുക്കുന്നത് അങ്ങനെയാണ്. ഫെഡറേഷന്റെ ക്ലിനിക്ക് എടുക്കുമ്പോൾ തന്നെ പറയും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഷുഡ് ഗോസ് ടു ദി സ്വിമ്മർ എന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ ആ സ്വിമ്മറിനെ ഡിസ്ക്വാളിഫൈ ചെയ്ത് ആ സംശയം കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അവരെ സഹായിക്കുക. അങ്ങനെയാണ്. അല്ലാതെ നമ്മളൊരു സംശയത്തിന്റെ പേരിൽ ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഒഫീഷ്യേറ്റ് ചെയ്യുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് വന്ന് ചേർന്നിരിക്കുന്നത്. 2025 മുതൽ 2029 വരെയാണ് അതിന്റെ കാലാവധി. അപ്പൊ ആ കാലാവധിക്കുള്ളിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളും ഇപ്പം ഏത് മത്സരം നടന്നാലും അതിൻ്റെയൊക്കെ മേൽനോട്ടം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചുമതലകൾ വേൾഡ് അക്വാട്ടിക്സിന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ജർമ്മനിക്കാരനാണ്. അയാൾ നിയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ പോകേണ്ടതായിട്ട് വരും. ഇതിന് ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ വർഷത്തിൽ ഒരിക്കലും മീറ്റിംഗ് ആണ്, അത് ഇന്ത്യയിൽ പോകേണ്ടി വരും. പിന്നെ മത്സരങ്ങൾ നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മീറ്റിംഗ് സിംഗപ്പൂരായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലും മീറ്റിംഗ് മറ്റേ പോകുന്നൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് എന്ന് കൂടി ഈ അവസരത്തിൽ എനിക്കറിയാം. അതിനകത്തിരിക്കുന്ന പലർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കും. എന്നാലും ഞാനത് എൻ്റെ അനുഭവം കൂടെ വെച്ച് പറയുകയാണ്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും ഇങ്ങനൊരു സ്വീകരണം നല്ലത് ആദ്യം. മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ കേരള ഒളിമ്പിക് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റുമാർ ഇവിടെ തന്നെ ഈ വേദിയിലുണ്ട്. ഞാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഈ വേദി കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ വളരെയേറെ കായിക താരങ്ങൾ വളർന്നു വന്നിട്ടുള്ള ഒരു ജില്ലയാണ്, വളരെ സാധ്യതയുള്ള ജില്ലയാണ്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും അവരുടേതായ പ്രവർത്തന മേഖലകളുണ്ട്. ഇപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ കേരള ഒളിമ്പിക് സ്പോർട്സ് കൗൺസിലിന് കീഴിൽ വരുന്ന ഒരു ജില്ലാ സംഘടന ഘടകമാണ്. അത് ഗവൺമെൻറ് ഒരു സംവിധാനമാണ്. ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ നോൺ ഗവൺമെന്റൽ സ്പോർട്സ് ഓർഗനൈസേഷൻ. ഒരു കായിക താരത്തിന് ഇന്റർനാഷണൽ മത്സരങ്ങളോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് നാഷണൽ മത്സരങ്ങളോ പങ്കെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ കായിക താരം പ്രതിദാനം ചെയ്യുന്ന അസോസിയേഷനെ ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ചിരിക്കും. എങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് വെയിറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ രണ്ട് മേഖലയിലുള്ള ആൾക്കാരാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് വെച്ചാൽ ഏതോ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക് അസോസിയേഷനും തമ്മിലുള്ള ഒരു എന്താ പറയുക അകൽച്ച ഞാൻ കാണുന്നുണ്ട്. ഞാൻ 2013 സെക്രട്ടറിയായ കാലം പോലും ഞാൻ ഈ അകൽച്ച കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. ഇത് അകൽച്ച കുറഞ്ഞ് അവരവരുടെ മേഖലയിൽ സ്പോർട്സ് കൗൺസിലിന്റെ മേഖലയിൽ സ്പോർട്സ് കൗൺസിലിന് അതിൻ്റെ റോളുണ്ട്, ഒളിമ്പിക് അസോസിയേഷൻ മേഖലയിൽ ഒളിമ്പിക് അസോസിയേഷൻ അതിൻ്റെ റോളുണ്ട്. ആ രീതിയിൽ സംയോജിപ്പിച്ചുള്ള ഒരു പ്രവർത്തനം വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓരോ ജില്ലയിലും ഇപ്പം ഇവിടെ തന്നെ ഇപ്പോൾ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒളിമ്പിക്കിന്റെ ഒളിമ്പിക് ചാർട്ടർ അനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ ഒളിമ്പിക് ചാർട്ടർ ചെയ്യാം. സ്പോർട്സ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ, അതുപോലെ തന്നെ സംസ്ഥാനത്തോ ജില്ലയിലോ രാജ്യത്തോ സമാധാനം നിലനിർത്താനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ഈ ഒളിമ്പിക് ചാർട്ടറിൽ ഈ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ വളരെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾക്കെല്ലാം ഒളിമ്പിക് അസോസിയേഷന് ഉത്തരവാദിത്തം ഒളിമ്പിക് അസോസിയേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗവൺമെന്റ് ഏജൻസികളെയും ഇത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം സ്പോർട്സ് കൗൺസിലിന് ആ ഒരു ഗവൺമെന്റ് ഏജൻസികളിൽ അതിൻ്റെ ഒരു പ്രവർത്തന മേഖലയുണ്ട്. അപ്പൊ അത് ഒരു സംവിധാനം എല്ലാ സംസ്ഥാനത്തും വേണം എന്നുള്ള, എല്ലാ ജില്ലയിലും വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പല ജില്ലകളിലും ഇപ്പൊ ഒരു പരിധി വരെ നമുക്ക് ആ രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അത് എല്ലാ 14 ജില്ലയിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ജില്ലയിലെ സ്പോർട്സ് വികസനം, അല്ലെങ്കിൽ നമ്മുടെ കായിക താരങ്ങളെ കണ്ടെത്തി അവർക്ക് പരിശീലിപ്പിച്ച് അവരെ ദേശീയ അന്തർദേശീയ മത്സരത്തിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളം പോലുള്ള 1-2 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ സ്പോർട്സ് കൗൺസിലുണ്ട്. ബാക്കി എല്ലായിടത്തും സർക്കാരിന്റെ കീഴിലെ ഡിപ്പാർട്ട്മെന്റാണുള്ളത്. ആ ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അവിടെയെല്ലാം ഈ സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷനാണ് അതിന്റെ പ്രാധാന്യം. ഒളിമ്പിക് അസോസിയേഷനാണ് ഫെഡറേഷനുമായിട്ടും അല്ലെങ്കിൽ സ്പോർട്സ് നാഷണൽ ഇന്റർനാഷണൽ ഫെഡറേഷനുമായിട്ടൊക്കെ കോർഡിനേറ്റ് പ്രവർത്തിക്കുന്നു. അവിടെയൊക്കെ സ്പോർട്സ് ഡയറക്ടറേറ്റുമായിട്ട് ലിങ്ക് ചെയ്താണ് ഈ സ്പോർട്സ് ഒളിമ്പിക് അസോസിയേഷൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രവർത്തന രീതി ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാര്യം മുന്നോട്ട് പോകാൻ. അത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പം സ്പോർട്സ് ഗവേണൻസ് ബിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല സ്പോർട്സ് ഗവേണൻസ് ബിൽ. പക്ഷേ ആ സ്പോർട്സ് ഗവേണൻസ് ബിൽ വരേണ്ടത് ഇന്ത്യൻ സ്പോർട്സിന്റെ അത്യന്താവശ്യമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ കായിക രംഗത്ത് അല്ലെങ്കിൽ ഫെഡറേഷനുകൾക്ക് ഉണ്ടായിരിക്കുന്ന തമ്മിലുള്ള അതിനകത്തുള്ള അടിയും വഴക്കും ഒക്കെയാണ് ഈ സ്പോർട്സ് ഗവേണൻസ് ബിൽ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത്. നമ്മൾ കായിക രംഗത്ത് ദേശീയ തലത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ പ്രധാന കാരണമായിട്ട് വന്നത്. പക്ഷെ അത് ഒരു ഗുണം ഇപ്പം പല ചർച്ചകൾക്ക് ശേഷം ഇപ്പം പാർലമെന്റ് അവതരിപ്പിച്ച സ്പോർട്സ് ഗവേണൻസ് ബില്ല് വളരെ ഗുണപ്രദമായ ഒരു സ്പോർട്സ് ഗവേണൻസ് ബില്ലാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാം, അതെന്താ കേരള സംസ്ഥാനത്തിന് കാര്യമുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാൻ പറ്റും, സംസ്ഥാനത്തിന് കാര്യമുണ്ട്. കാരണം ഇപ്പം നമ്മൾ പറയും സ്പോർട്സ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അത് കൺകറന്റ് ലിസ്റ്റിനകത്തില്ല, അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്താ കാര്യം. പക്ഷേ കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു നാഷണൽ ഫെഡറേഷൻ അംഗീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഒരു നാഷണൽ ഫെഡറേഷൻ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നാഷണൽ ഫെഡറേഷന്റെ കീഴിലുള്ള അഫിലിയേറ്റ് യൂണിറ്റ്സ് സംസ്ഥാനമായാലും ജില്ലാ അസോസിയേഷനായാലും പ്രവർത്തിക്കുന്നത് ഇന്ന രീതിയിലായിരിക്കണം, എങ്കിൽ മാത്രമേ നാഷണൽ ഫെഡറേഷൻ പ്രവർത്തിക്കാൻ അംഗീകാരം കിട്ടുള്ളൂ എന്നാണ് ആ ഗവേണൻസ് ബില്ലാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് സ്പോർട്സ് അസോസിയേഷന്റെ മേളിലും ജില്ലാ അസോസിയേഷന്റെ മേളിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കൺട്രോളാണ്. അത് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളുടെ ഒരു ജില്ലാ അസോസിയേഷൻ പ്രവർത്തിക്കണമെങ്കിൽ ആ ജില്ലാ അസോസിയേഷൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഫെഡറേഷൻ പറയും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം PT ഉഷയുടെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ജോയിന്റ് സെക്രട്ടറി ഇവിടെ വന്നപ്പോൾ ഞാനും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ക്യാഷ് ടോക്കൺ അദ്ദേഹമാണ് ഈ ഗവേണൻസ് ബിൽ എഴുതിയ ഡ്രാഫ്റ്റ് ചെയ്തത്. എന്താ ഞാൻ സംശയിച്ചു, അവിടെ എല്ലാം ഈ സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷനാണ് അതിന്റെ പ്രാധാന്യം. ഒളിമ്പിക് അസോസിയേഷനാണ് ഫെഡറേഷനുമായിട്ടും അല്ലെങ്കിൽ സ്പോർട്സ് നാഷണൽ ഇന്റർനാഷണൽ ഫെഡറേഷനുമായിട്ടൊക്കെ കോർഡിനേറ്റ് പ്രവർത്തിക്കുന്നു. അവിടെയൊക്കെ സ്പോർട്സ് ഡയറക്ടറേറ്റുമായിട്ട് ലിങ്ക് ചെയ്താണ് ഈ സ്പോർട്സ് ഒളിമ്പിക് അസോസിയേഷൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രവർത്തന രീതി ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാര്യം മുന്നോട്ട് പോകാൻ. അത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പം സ്പോർട്സ് ഗവേണൻസ് ബിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല സ്പോർട്സ് ഗവേണൻസ് ബിൽ. പക്ഷേ ആ സ്പോർട്സ് ഗവേണൻസ് ബിൽ വരേണ്ടത് ഇന്ത്യൻ സ്പോർട്സിന്റെ അത്യന്താവശ്യമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ കായിക രംഗത്ത് അല്ലെങ്കിൽ ഫെഡറേഷനുകൾക്ക് ഉണ്ടായിരിക്കുന്ന തമ്മിലുള്ള അതിനകത്തുള്ള അടിയും വഴക്കും ഒക്കെയാണ് ഈ സ്പോർട്സ് ഗവേണൻസ് ബിൽ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത്. നമ്മൾ കായിക രംഗത്ത് ദേശീയ തലത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ പ്രധാന കാരണമായിട്ട് വന്നത്. പക്ഷെ അത് ഒരു ഗുണം ഇപ്പം പല ചർച്ചകൾക്ക് ശേഷം ഇപ്പം പാർലമെന്റ് അവതരിപ്പിച്ച സ്പോർട്സ് ഗവേണൻസ് ബില്ല് വളരെ ഗുണപ്രദമായ ഒരു സ്പോർട്സ് ഗവേണൻസ് ബില്ലാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാം, അതെന്താ കേരള സംസ്ഥാനത്തിന് കാര്യമുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാൻ പറ്റും, സംസ്ഥാനത്തിന് കാര്യമുണ്ട്. കാരണം ഇപ്പം നമ്മൾ പറയും സ്പോർട്സ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അത് കൺകറന്റ് ലിസ്റ്റിനകത്തില്ല, അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്താ കാര്യം. പക്ഷേ കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു നാഷണൽ ഫെഡറേഷൻ അംഗീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഒരു നാഷണൽ ഫെഡറേഷൻ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നാഷണൽ ഫെഡറേഷന്റെ കീഴിലുള്ള അഫിലിയേറ്റ് യൂണിറ്റ്സ് സംസ്ഥാനമായാലും ജില്ലാ അസോസിയേഷനായാലും പ്രവർത്തിക്കുന്നത് ഇന്ന രീതിയിലായിരിക്കണം, എങ്കിൽ മാത്രമേ നാഷണൽ ഫെഡറേഷൻ പ്രവർത്തിക്കാൻ അംഗീകാരം കിട്ടുള്ളൂ എന്നാണ് ആ ഗവേണൻസ് ബില്ലാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് സ്പോർട്സ് അസോസിയേഷന്റെ മേളിലും ജില്ലാ അസോസിയേഷന്റെ മേളിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കൺട്രോളാണ്. അത് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളുടെ ഒരു ജില്ലാ അസോസിയേഷൻ പ്രവർത്തിക്കണമെങ്കിൽ ആ ജില്ലാ അസോസിയേഷൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഫെഡറേഷൻ പറയും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം PT ഉഷയുടെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ജോയിന്റ് സെക്രട്ടറി ഇവിടെ വന്നപ്പോൾ ഞാനും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ക്യാഷ് ടോക്കൺ അദ്ദേഹമാണ് ഈ ഗവേണൻസ് ബിൽ എഴുതിയ ഡ്രാഫ്റ്റ് ചെയ്തത്. എന്താ ഞാൻ സംശയിച്ചു, കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരു സ്പോർട്സ് ആക്ട് ഉണ്ട്.
നിങ്ങളെ ഈ സ്പോർട്സ് ആക്ടിൽ പറഞ്ഞ കാര്യങ്ങളും ഈ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ചിലയിടത്ത് കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. കോൺട്രഡിക്ഷൻ ഇൻ ദ സെൻസ് ഇപ്പോൾ ഒരു സംസ്ഥാന അസോസിയേഷനെ അംഗീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാന അസോസിയേഷൻ ഉണ്ടാകുന്ന ഒരു ഡിസ്പ്യൂട്ട് തീർക്കേണ്ടത് ഇപ്പം പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന ട്രിബ്യൂണൽ. ഇപ്പം ഇവിടെ ഒരു ജില്ലാ അസോസിയേഷൻ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ജില്ലാ അസോസിയേഷൻ ഇഷ്യൂ സമയബന്ധിതമായി സംസ്ഥാന അസോസിയേഷനോ അതിന്റെ കൺസേൺ ഫെഡറേഷനോ തീർത്തില്ലെന്നുണ്ടെങ്കിൽ അത് ഇടപെടാനും അത് തീർക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും കേന്ദ്ര ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന സ്പോർട്സ് ട്രിബ്യൂണലിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഇഷ്യൂസ് അതുപോലെ അതിനകത്ത് പറയുന്നുണ്ട്, ഒരു അസോസിയേഷൻ അംഗീകാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സ്പോർട്സ് ബോർഡായിരിക്കും. ഇന്റർനാഷണൽ ഫെഡറേഷൻ അംഗീകരിച്ചാലും ശരി, ഏഷ്യൻ ഫെഡറേഷൻ അംഗീകരിച്ചാലും ശരി, ആ ഫെഡറേഷൻ ഇന്ത്യയെ പ്രവർത്തിക്കാൻ വേണ്ട തീരുമാനിക്കേണ്ടത് ആ ബോർഡാണ്. 3 പേരടങ്ങുന്ന ബോർഡിനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും. എനിക്കൊന്ന് സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയുടെ പേരിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാന അസോസിയേഷൻ അപ്പോൾ അവിടേക്കാണ് ഒരു കോൺട്രഡിക്ഷൻ വരുന്നത്. ഇവിടെ ഒരു സ്പോർട്സ് ആക്ട് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ അസോസിയേഷൻ അംഗീകരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും ആ സ്പോർട്സ് ആക്ടിൽ പറയുന്നത്, ഗവൺമെന്റ് പിന്നെ വേറൊന്നും പറയുന്നത്. ഇപ്പോൾ പുള്ളി പറഞ്ഞ കാര്യത്തിലൊക്കെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. ഡൽഹി ഹൈക്കോടതി വിധി വെച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ കാര്യങ്ങൾ ഈ ഗവേണൻസ് ബില്ല് എഴുതി വെച്ചില്ലെങ്കിൽ അത് കോടതിയിൽ വീണ്ടും ചലഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കോടതി വീണ്ടും ഇടപെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അസോസിയേഷന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ എഴുതി കയറ്റുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പരിധിവരെയെങ്കിലും സംസ്ഥാന അസോസിയേഷനും ജില്ലാ അസോസിയേഷനും ആ പ്രവർത്തനവുമായി സഹകരിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ സഹകരിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ മുമ്പോട്ടുള്ള പ്രവർത്തനം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ രീതിയിലുള്ള ചില ഇഷ്യൂസ് അതിനകത്ത് കിടക്കും. ഇത് പലരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഇഷ്യൂ ആണ്. പിന്നെ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയ കാര്യമുണ്ട്. നിങ്ങളുടെ കായിക സംഘടന, ഒരു കായിക സംഘടനയുടെ കായിക താരം അതാത് നാഷണൽ ഫെഡറേഷൻ്റെ GMS പോർട്ടലിൽ എല്ലാ വർഷവും രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്ന വളരെ ധീരമായ ഒരു നടപടിയാണ്. കാരണം ഒരു കടലാസ് സംഘടന ഒരു സംസ്ഥാനത്തോ ജില്ലയിലോ പ്രവർത്തിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാ ഫെഡറേഷനിടയ്ക്ക് അവരുടെയൊക്കെ GMS പോർട്ടൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനകത്ത് ഓരോ വർഷവും കായിക താരങ്ങൾ രജിസ്റ്റർ ചെയ്ത് ആ കായിക താരങ്ങളുടെ അവരുടെ UID നമ്പർ അവർ കരസ്ഥമാക്കി ID കാർഡ് കരസ്ഥമാക്കണം കായിക താരം. അത് ജില്ലാ തലം പോലുള്ള കായിക താരം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ജില്ലയിലുള്ള കായിക താരത്തിന് ആ കായിക താരത്തിൽ പ്രതിദാനം ചെയ്യുന്ന ജില്ലാ മത്സരത്തിലോ സംസ്ഥാന മത്സരത്തിലോ മേഖലാ മത്സരത്തിലോ ദേശീയ മത്സരത്തിലോ അന്തർദേശീയ മത്സരത്തിലോ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഫെഡറേഷന്റെ GMS പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ ID നമ്പർ ഉള്ളവർക്ക് മാത്രമേ ID നമ്പർ ഉള്ളവർക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഒരു എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ GMS പോർട്ടൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഫുട്ബോൾ അസോസിയേഷന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ട്. അതിന് കേരളത്തിലും ഘടകമുണ്ട്. ആ കേരളത്തിലെ ഘടകത്തിനകത്ത് 14 ജില്ലയിലും അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അവിടെ നോക്കിയറിയാം ആ ഓരോ ജില്ലയിലും എത്ര കായിക താരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു വർഷം. കടലാസ് സംഘടനയാണെങ്കിൽ കൃത്യമായിട്ട് അത് പിടിക്കാൻ പറ്റും. ഒരു ജില്ലയിൽ അവിടെ 10 പേരുണ്ടെങ്കിൽ ആ ജില്ല അവിടെ ഒരു കടലാസ് സംഘടനയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് വളരെ ശക്തമായ രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെടുകയാണ്. നമ്മുടെ ചിലപ്പോൾ അതിനകത്ത് നമ്മുടെ വേറെ രീതി കണ്ടിട്ട് കാര്യമില്ല. അവർ അതിനകത്ത് റിസൾട്ട് ഉണ്ടാക്കണം ഇന്ത്യയിൽ എന്നുള്ള ധാരണയോടുകൂടി വളരെ ശക്തമായ രീതിയിൽ ഇടപെടുകയാണ്. അത് മാത്രമല്ല ആവശ്യത്തിന് ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 3000 കോടി രൂപയാണ് ഈ വർഷത്തെ സ്പോർട്സ് ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത്. അതിൽ ഖേലോ ഇന്ത്യ എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. ഖേലോ ഇന്ത്യ പ്രോജക്റ്റിന് ഏറ്റവും കൂടുതൽ തുക വച്ചിരിക്കുന്നത്. ആ ഖേലോ ഇന്ത്യ പ്രോജക്റ്റ് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു അന്തർദേശീയ കായിക താരം, കണ്ണൂരിൽ ഒരു അന്തർദേശീയ കായിക താരമുണ്ട്. അയാൾക്ക് ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഖേലോ ഇന്ത്യ സ്കീം അനുസരിച്ച് ഡയറക്റ്റായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ആ കായിക താരത്തിന് അക്കാഡമി എടുത്ത പൈസ കൊടുക്കും. കാരണം നമുക്കറിയാം നമ്മുടെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ ഗവൺമെന്റ് നമ്മുടെ ഗ്രാൻഡ് കിട്ടുന്നില്ല, സ്റ്റേറ്റ് അസോസിയേഷൻ ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഒരു സപ്പോർട്ടും ഇല്ല. അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്കൊരു ഓൾട്ടർനേറ്റീവ് നമുക്ക് ചെയ്യാന്നുള്ളത്
സംഘടനകൾക്കായാലും ശരി, ക്ലബ്ബുകൾക്കായാലും ശരി, കായിക താരത്തിനായാലും ശരി, അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ട്രെയിനിങ് സെന്ററോ അക്കാഡമിയോ വല്ല സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം നിലയിലാണ് ഖേലോ ഇന്ത്യ പ്രോജക്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഖേലോ ഇന്ത്യ പ്രോജക്റ്റ് അനുസരിച്ച് ഏതൊരു രീതിയിലുള്ള സപ്പോർട്ടും കേന്ദ്ര ഗവൺമെൻറ് കിട്ടും. അത് 1 ടൈം ഗ്രാൻഡ് ഉണ്ട്, ഒരു വർഷത്തേക്കുള്ള ഗ്രാൻഡ് ഉണ്ട്, 6 മാസത്തേക്കുള്ള പല ടൈപ്പിലുള്ള ഫ്രെയിം വേണം. അപ്പോൾ അത് ഇപ്പം ഞാൻ കഴിഞ്ഞ കേരള ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ ബോഡിക്കാർ ചർച്ച ചെയ്യുകയും ആ സ്കീമുകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കേരള ഒളിമ്പിക് അസോസിയേഷൻ ഒരു സെല്ല് രൂപീകരിച്ചുകൊണ്ട് ആർക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കണമോ, എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണമോ, ആ സപ്പോർട്ട് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ആ ജനറൽ ബോഡി ഇഷ്യൂ ഞാൻ ഇതുവരെ ഓഫീസറോട്ട് പോയിട്ട് പോലുമില്ല. അത് കഴിഞ്ഞ് ചെന്ന് ഞാൻ സെക്രട്ടറി പ്രസിഡന്റ് ടൂറായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇരുന്നാൽ മാത്രമേ അതിനകത്തൊരു ഫ്രെയിം വർക്ക് ചെയ്ത് അതിനുള്ള സംവിധാനം ഏതെങ്കിലും ഒരു കായിക താരമോ ഏതെങ്കിലും ഒരു കായിക സംഘടനയോ അത്തരത്തിൽ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോഡൽ ഓഫീസറായിട്ട് വെച്ചിട്ട് അവരെ അഡ്വൈസ് കൊടുത്തുകൊണ്ട് ആ രീതിയിൽ പ്രകടനം ഇതിനകത്തൊക്കെ ഈ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഇപ്പം എനിക്കറിയാം, തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ ഒളിമ്പ്യൻ ഡിജു, നമ്മുടെ പഴയ ഒളിമ്പ്യൻ ഷട്ടിൽ ബാഡ്മിന്റൺ ഡിജു ഒരു സെന്ററാണ് തിരുവനന്തപുരത്ത്. ഖേലോ ഇന്ത്യ സെന്ററാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുള്ള പൈസ പഞ്ചായത്തിനുള്ളൂ. ഖേലോ ഇന്ത്യയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്താത്ത ഏക സംസ്ഥാനം കേരളമാണ്. JSW പോലെയുള്ള, ടാറ്റ പോലെയുള്ള, റിലയൻസ് പോലെയുള്ള വലിയ വലിയ കമ്പനികൾ എല്ലാ ഡിസിപ്ലിനും എടുക്കില്ല, ഏതെങ്കിലും 1 ഡിസിപ്ലിൻ എടുക്കും. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരു കോൺക്രീറ്റ് പ്രോജക്റ്റ് എടുക്കാൻ തയ്യാറായി നിൽപ്പുണ്ട് അവർ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് എടുത്ത് നമ്മുടെ സ്പോർട്സിന് വികസിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും കേരളം വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. അത് ഈ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് ഡെവലപ്പ് എടുക്കാനും അതിൻ്റെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നിങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ ഒരു ശ്രമം നടത്തണം. ഞാൻ കേരള സ്പോർട്സ് കൗൺസിലിലും കേരള ഒളിമ്പിക് അസോസിയേഷനിലൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒത്തൊരുമിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോയിരുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഭാവി വളരെ മോശമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു യോഗത്തിൽ പങ്കെടുക്കാനും ഈ നിങ്ങളുടെയൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങാനും കഴിഞ്ഞ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. പുതിയ കായിക നയത്തെ പറ്റിയൊക്കെ അദ്ദേഹം വിശദമായി സംസാരിച്ചു. ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ കിടക്കുകയാണ്. ഇന്ന് ഈ സ്വീകരണ ചടങ്ങിൽ നമുക്ക് ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജ്യസഭ MP ശ്രീ ഡോക്ടർ V ശിവദാസൻ അവർക്ക് കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷനെയും ഒളിമ്പിക് അസോസിയേഷനെയും പേരിൽ ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ ഈ പരിപാടികൾക്ക് സഹകരിച്ച രാജീവ് സാറിനെ, അസോസിയേഷനെയും ഒളിമ്പിക് അസോസിയേഷനും അത്ലറ്റിക് അസോസിയേഷനും എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കണം. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ PK ജഗന്നാഥൻ അവർക്ക് അദ്ദേഹത്തിന് ഔപചാരികളുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ശ്രീ പവിത്ര മാസ്റ്റർ, നമ്മളുടെ എല്ലാ പരിപാടികളിലും ഞങ്ങളോട് സഹായിക്കുന്ന അദ്ദേഹം പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, അദ്ദേഹത്തെ എല്ലാ അസോസിയേഷൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച വിവിധ അസോസിയേഷൻ്റെ പ്രതിനിധികളെ എല്ലാവരെയും, പിന്നെ എല്ലാവരും മിക്കവാറും എല്ലാവരും ഓരോ അസോസിയേഷൻ്റെ പ്രതിനിധികളായി എത്തിയവരാണ്. എല്ലാവരെയും ഇതിൽ പങ്കെടുത്ത